പരിശുദ്ധ പരമദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഫെബ്രുവരി മാസം 19-ാം തീയതി വ്യാഴാഴ്ച. പുതിയൊരു പ്രഭാതം നൽകിയ നല്ല തമ്പുരാന് നന്ദി പറയാം. കർത്താവിൽ ആശ്രയം വെച്ച് ഈ ദിവസം മുഴുവൻ ജീവിക്കാം. നമ്മുടെ ഇന്നത്തെ എല്ലാ പ്രവർത്തന മേഖലകളിലും ഈശോയുടെ സാന്നിധ്യം കൂടെ ഉണ്ടാകട്ടെ. കർത്താവിന് ചേരുന്നത് മാത്രം പറയാനും ചെയ്യാനും ഇന്ന് ഇടയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ലൂക്കാസ് സുവിശേഷം 22-ാം അധ്യായം 26-ാം വചനം ധ്യാനിക്കാം. നിങ്ങളിൽ ഏറ്റവും വലിയവൻ ഏറ്റവും ചെറിയവനെ പോലെയും അധികാരമുള്ളവൻ ശുശ്രൂഷകനെ പോലെയും ആയിരിക്കണം. എല്ലായിടത്തും മുൻപന്തിയിൽ നിൽക്കാനും ശ്രദ്ധിക്കപ്പെടാനും ആഗ്രഹിക്കുന്നവരാണ് സാധാരണ മനുഷ്യർ. എളിമപ്പെടാനും ശുശ്രൂഷകനെ പോലെ ആകാനും അസാധാരണ മനുഷ്യർക്കേ സാധിക്കുകയുള്ളൂ. കർത്താവെ, ദിവ്യകാരുണ്യത്തിൽ നിന്നും ശക്തി സ്വീകരിച്ച് അസാധാരണ മനുഷ്യരായി ജീവിക്കുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.